സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങൾ 2025 CMF ഫോൺ 1 മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000 ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ മുഴുവൻ ഡൗട്ട് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യണതായിരിക്കും. ഈ ഫോണിൽ എന്തൊക്കെ പ്രോസ് ഉണ്ട്, എന്തൊക്കെ കോൺസ് ഉണ്ട്, പിന്നെ ഫൈനലി ഞാൻ പറയാം ഈ ഫോൺ നിങ്ങൾക്ക് മേടിക്കണോ മേടിക്കണ്ടേന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിസ്പ്ലേ ക്വാളിറ്റീനെ പറ്റി പറയാമെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ മൂവീസ് കണ്ടിട്ടുണ്ട്, ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കുറേ സീരീസും കണ്ടിട്ടുണ്ട്, പിന്നെ യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് മൾട്ടിമീഡിയ കൺസപ്ഷൻ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർബാണ്, നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് നോക്കാന്ന് വെച്ചാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD സൂപ്പർ ആംോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ HDRൻ്റെ വല്ലതും കണ്ടൻസ് കാണുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ പോയിട്ട് HDR കണ്ടൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കി കഴിഞ്ഞാൽ HDR കണ്ടൻസ് കാണുമ്പോൾ കുറച്ചുകൂടി ഡിസ്പ്ലേ ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല CMF ഫോൺ 1. ഇൻഫാക്റ്റ് എനിക്ക് പറയാൻ പറ്റും അണ്ടർ ദ പ്രൈസ് ഓഫ് 15,000 ദിസ് ഹാസ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000. ഇനിയിപ്പോൾ അടുത്ത സ്പീക്കർ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ സ്പീക്കർ ക്വാളിറ്റി എനിക്ക് അത്ര ഇമ്പ്രസീവായി തോന്നിയിട്ടില്ല. നമുക്കിവിടെ സിംഗിൾ ഡൗൺ ഫയറിംഗ് സ്പീക്കറാണ് കിട്ടുന്നത്. പിന്നെ സ്പീക്കർ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും നല്ലതാണെന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് മോട്ടറോളയുടെ, റിയൽമിയുടെ, റെഡ്മിയുടെ, ഐക്യൂൻ്റെ ഫോൺസിലൊക്കെ ഇതിൻ്റെ ആയിട്ട് നല്ല സ്പീക്കേഴ്സാവും കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ആവറേജ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിക്കുക, നിങ്ങൾ കേൾക്കുക, പിന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഭയങ്കര ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways. അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഒരു കാഷ്വൽ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയണത്. ഞാൻ അധികം ഗെയിംസ് ഒന്നും കളിക്കാറില്ല അതിൽ. പക്ഷേ ഞാൻ കുറേ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവർ പറയണ്ടായിരുന്നു ഇതിൽ നമുക്ക് BGMIയിൽ 120 FPS ഗെയിംസൊക്കെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അവർ പറയണ്ടായിരുന്നു അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000 ദിസ് ഈസ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ യു ക്യാൻ ബൈ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ വലുതായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ വീഡിയോ പോയി കാണുക. പക്ഷേ ഞാൻ ഗെയിമിങ്ങിനെ പറ്റിയൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നില്ല. ഇപ്പോൾ കാഷ്വൽ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇതിലൊരു സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റിങ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, വേണമെങ്കിൽ ആ സെറ്റിങ്സ് ചെയ്യാൻ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുകയാണ്. ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ എബൌട്ട് ഫോണിൽ പോവുക. എബൌട്ട് ഫോണിൽ പോയിട്ട് നമുക്ക് നത്തിങ് OS 2.6 ഉണ്ടാവല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബിൽഡ് നമ്പർ ഉണ്ടാവല്ലോ, ബിൽഡ് നമ്പറിൽ ഒരു കുറച്ച് 5-6 എണ്ണം ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നമുക്ക് ഈ സെർച്ച് സെറ്റിങ്സ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഡെവലപ്പറിന് അടിച്ചു കൊടുക്കുക. ഡെവലപ്പറിന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് വരും. ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഡെവലപ്പർ ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്തിട്ട് താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ ഒക്കെ 1x അത് 0.5x 0.5x ആക്കുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുക, നിങ്ങളുടെ ഫോണ് കുറച്ചുകൂടി സ്മൂത്തായി ഉണ്ടാവും. മീൻസ് ആനിമേഷൻസൊക്കെ കുറച്ച് കുറയ്ക്കും, പക്ഷേ ഫോൺ നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫോൺ സ്ലോ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസോ യൂസ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, പിന്നെ ക്യാമറ, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെയാണ് യൂസ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലാഗും ജിറ്ററും ഒന്നും കാണാൻ കിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വേറെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ആപ്പ് സ്വിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ലാഗ് കാണാൻ കിട്ടും. അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാണ്ടത് പ്രൈസ് റേഞ്ച് ഓഫ് 15,000 ഏത് ഫോണിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്ന് വെച്ചാൽ അണ്ടർ ദ പ്രൈസ് ഓഫ് 15,000 ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ല ഇമ്പ്രസീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നെറ്റ്വർക്ക് ക്വാളിറ്റീനെ പറ്റി നോക്കാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ
CMF ഫോൺ 1 മാത്രമല്ല, നത്തിങ് ഫോൺ 1 ആയിക്കോട്ടെ, നത്തിങ് ഫോൺ 2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 2 ആയിക്കോട്ടെ, എല്ലാ ഫോണിലും നമുക്ക് നെറ്റ്വർക്ക് ക്വാളിറ്റിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാറില്ല. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി ജിയോൻ്റെ സിമ്മുണ്ട്, BSNLൻ്റെ സിമ്മുണ്ട്. ജിയോ 5G എനിക്ക് കോൺസ്റ്റൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അതേമാതിരി എൻ്റെ അടുത്ത് BSNLൻ്റെ സിമ്മുണ്ട്, അതിലെനിക്ക് 4Gയുടെ നെറ്റ്വർക്കും നല്ല ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റാണ് കിട്ടുന്നത്. പിന്നെ കോൾ ക്വാളിറ്റി പറയാൻ വെച്ചാലും കോൾ ക്വാളിറ്റിയിൽ ഒരു കംപ്ലയിൻറ്റും എനിക്ക് പറയാനില്ല. അതേമാതിരി നമുക്ക് വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് കോൾ റെക്കോർഡിങ് ചെയ്യാനും പറ്റും. നമുക്ക് ഹോം സ്ക്രീനിൽ ഒരു വിഡ്ജറ്റ് സെറ്റപ്പ് ചെയ്യണം. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ വിഡ്ജറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് കോൾ റെക്കോർഡിങ് ചെയ്യാനും പറ്റും. അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നത്തിങ് ഫോൺ CMF ഫോൺ 1ൽ. ഇനിയിപ്പോൾ അടുത്ത് ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീഫോൾട്ട് ക്യാമറ ഉണ്ട് എൻ്റെ ഫോണിൽ. പിന്നെ ഇത് ഗൂഗിൾ ക്യാമറയുടെ മോഡുണ്ട്. ഗൂഗിൾ ക്യാമറയുടെ മോഡ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആദ്യം CMF ഫോൺ 1ൻ്റെ ഡീഫോൾട്ട് ക്യാമറേനെ പറ്റി നോക്കാം. CMF ഫോൺ 1ൻ്റെ ഡീഫോൾട്ട് ക്യാമറയിൽ നമുക്ക് ഇംപ്രസീവ് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇൻ ഡേ ലൈറ്റ് കണ്ടീഷൻസ്. ലോ ലൈറ്റ് കണ്ടീഷൻസ് ആകുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. പിന്നെ നമുക്ക് 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ചെറിയൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഡീസൻ്റായ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ചെറുതായിട്ടൊരു പിങ്കിഷ് ടോണ് വരുന്നുണ്ട് ഫേസിൽ. ആ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് CMF ഫോൺ 1ൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ, ഡീഫോൾട്ട് ക്യാമറയിൽ. ഇനിയിപ്പോൾ ഗൂഗിൾ ക്യാമറയുടെ മോഡിനെ പറ്റി പറയാന്ന് വെച്ചാൽ എനിക്ക് സാധാരണ 3x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ. അപ്പോൾ അത് 3xൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ 3xൽ ഫോട്ടോസ് എടുക്കുമ്പോൾ. പക്ഷേ ഇതിൽ ടെലിഫോട്ടോ ലെൻസില്ല. പക്ഷേ ഗൂഗിൾ ക്യാമറയുടെ മോഡിൽ നമുക്ക് 3x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം 3x പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുത്തത്. അത് നിങ്ങൾ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുക. എനിക്ക് പേഴ്സണലി എൻ്റെ S21FEയുടെ ടെലിഫോട്ടോ ലെൻസിൽ 3x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കേണ്ട കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് CMF ഫോൺ 1ൻ്റെ ടെലിഫോട്ടോ ലെൻസിലത്തെ ഫോട്ടോസ് എടുത്തതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രോമോ അല്ലെങ്കിൽ ബ്രേവ് ബ്രൗസർ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ ക്യാമറ മോഡെന്ന് ടൈപ്പ് ചെയ്യുക. മോഡെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് റിസൾട്ട് ഉണ്ടാവുമല്ലോ, സെൽസോ പറഞ്ഞിട്ട്, ആ വെബ്സൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോർ ന്യൂ യൂസേഴ്സ് സ്റ്റേബിൾ വെർഷൻ എന്ന് കാണിക്കും. സ്റ്റേബിൾ വെർഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഗൂഗിൾ ക്യാമറ 9.x എന്ന് കാണിക്കും. ആൻഡ്രോയിഡ് 12+, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ MGC 9.2, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ആദ്യത്തെ APK, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. പിന്നെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് എല്ലാം പെർമിഷൻസ് കൊടുക്കുക. പെർമിഷൻസ് കൊടുത്തിട്ട് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ ആരുടെങ്കിലും പോർട്രേറ്റ് മോഡിൽ പോയിട്ട് 3xൽ ഇട്ടിട്ട് ആരുടെങ്കിലും ഫോട്ടോസ് എടുത്ത് നോക്കുക ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയണതെന്ന്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സാധാരണ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ലൈക്ക് ബിൽഡിങ്സിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ CMF ഫോൺ 1ൻ്റെ ഡീഫോൾട്ട് ക്യാമറയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനത്തെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ 3x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ ഗൂഗിൾ ക്യാമറയുടെ മോഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 2025 CMF ഫോൺ 1 കൺസിഡർ ചെയ്യണോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈക്ക് നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ഇംപ്രസീവ് ബാറ്ററി ലൈഫാണ്, പിന്നെ പെർഫോമൻസും ഡീസൻ്റാണ്, പിന്നെ ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണാണ്. അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000. നെറ്റ്വർക്ക് ക്വാളിറ്റി നല്ലതാണ്. ഇതിൽ ആകെക്കൂടി ഡ്രോബാക്ക് ഉള്ളത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എനിക്ക് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതേമാതിരി ഇതിൽ നമുക്ക് അൾട്രാ വൈഡ് കിട്ടണില്ല. ആ 2 ഡ്രോബാക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, CMFൻ്റെ പുതിയൊരു ഫോൺ ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും പ്രൈസൊക്കെ നോക്കുക. എന്നിട്ട് ഡിസൈഡ് ചെയ്യുക CMF ഫോൺ 1ൻ്റെ കൂടെ പോകണോ പോകണ്ടേന്ന്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്